ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭമായിട്ട് വരാനിരിക്കുന്ന ബറോസ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് വൈകിട്ടോടെ റിലീസ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ട്രെയിലർ വന്ന ലാലേട്ടന്റെ 3D സിനിമ കൂടിയ ബറോസിന്റെ ഏറ്റവും പുതിയ അടുത്തൊരു മികച്ചൊരു പോസ്റ്റർ തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രം ഡിസംബർ 25-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 3D സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബറോസിന് ഐമാക്സ് റിലീസ് ഉണ്ടാകുമോ എന്ന് പലരുടെയും സംശയമായിരുന്നു. ഇപ്പോഴത്തെ ആ സംശയത്തിന് സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആശീർവാദ സിനിമാസ് ഉത്തരം നൽകിയിരിക്കുകയാണ്. ബറോസിന് ഐമാക്സ് വെർഷൻ ഉണ്ട് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയുള്ള പ്രധാനപ്പെട്ട സംശയം 3D സിനിമയായിട്ട് 3D ക്യാമറയിൽ ചിത്രീകരിച്ച ബറോസ് എന്ന സിനിമ 2D വെർഷനിൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുമോ എന്നാണ് അറിയേണ്ടത്. ഏകദേശം ഒരു വർഷം മുന്നേ എല്ലാം തന്നെ സിനിമ 3D തിയേറ്ററുകളിൽ മാത്രമേ റിലീസ് ചെയ്യുകയുള്ളൂ എന്നെല്ലാം തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അതിനും ഉത്തരം ലഭ്യമാകും. കാത്തിരിക്കാൻ ബറോസിന്റെ കൂടുതൽ വാർത്തകൾക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മോളിവുഡിന്റെ ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ സിനിമയുടെ ചിത്രീകരണം ശ്രീലങ്കയിൽ തുടക്കമിട്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ബിഗ് എംഎസും ഒപ്പം തന്നെ ഫഹദ്, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിക്കുന്ന ചിത്രത്തിലെ ലാലേട്ടൻ വേഷത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. അത് പ്രകാരം കേരള കൗമുദി റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ ലാലേട്ടൻ വില്ലൻ വേഷത്തിൽ എത്തുന്ന എന്നൊരു റിപ്പോർട്ടാണ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടൻ ഒരു വില്ലൻ വേഷം എല്ലാം തന്നെ ഒരു സിനിമയിൽ കാണാനായിട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് വൈകാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അതിനായെല്ലാം തന്നെ കാത്തിരിക്കാം. ഇതിനിടയിൽ സിനിമയുടെ കൂടുതൽ കാസ്റ്റിംഗ്, ലൊക്കേഷൻ അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ശ്രീലങ്കയിലെ 6 ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷം സിനിമയ്ക്ക് അടുത്ത ഷെഡ്യൂള് ഷാർജയിലായിരിക്കും നടക്കുക. ശേഷം ലണ്ടൻ, അബുദാബി, അസർബൈജാൻ, തായ്ലൻഡ്, വിശാഖപട്ടണം, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലായിട്ട് 150 ദിവസത്തെ ചിത്രീകരണമാണുള്ളത്. കാസ്റ്റ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഇവർ 4 പേരെ കൂടാതെ സിനിമയിൽ സിദ്ദിഖ്, രേവതി, രഞ്ജി പണിക്കർ, ദർശന, രാജേന്ദ്രൻ തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പേരായിട്ട് നയൻതാരയും എത്തുന്നുവെന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞതാണ്. കൂടുതൽ നായികമാരുടെ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കും മൾട്ടി സ്റ്റാർ സിനിമ MMN എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.